നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു രാജി. താരസംഘടനയായ അമ്മയിൽ അധികാര തർക്കം. ശ്വേതാ മേനോന്റെ രാജിയിൽ തർക്കം തുടരുന്നു. അമ്മയുടെ നടത്തിപ്പ് ഇപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്ക്. രമേശ് പിഷാരടിക്കും ഗണേഷ് കുമാറിനും മറുപടിയുമായി ശ്വേതാ മേനോൻ. താരസംഘടനയായ അമ്മയിൽ അധികാര തർക്കം തുടരുന്നു. ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന് പിന്നാലെ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചിരുന്നു. പിന്നാലെ രമേശ് പിഷാരടി അധ്യക്ഷനായ അഡ്ഹോക് കമ്മിറ്റിയും നിലവിൽ വന്നു. അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം ഇന്നലെ കൊച്ചിയിൽ നടന്നിരുന്നു. ശ്വേതാ മേനോൻ അടക്കമുള്ളവർ സംഘടനയ്ക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നും രമേശ് പിഷാരടിയും അഡ്ഹോക് കമ്മിറ്റിയും അംഗമായ ഗണേഷ് കുമാറും ആരോപിച്ചിരുന്നു. ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ശ്വേതാ മേനോൻ. അമ്മയുടെ ബൈലോ പ്രകാരം രാജിവെച്ച കമ്മിറ്റിക്കാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സംഘടനയുടെ ഭരണ ചുമതലയെന്നും അഡ്ഹോക് കമ്മിറ്റിക്ക് സാധ്യതയില്ലെന്നും ശ്വേതാ മേനോൻ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് ശ്വേതയുടെ പ്രതികരണം. കുറ്റാരോപിതരായ ചില സ്ഥാപിത താല്പര്യങ്ങൾ അമ്മയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും കുറിപ്പിലുണ്ട്. ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. നിശബ്ദത പാലിച്ചാൽ സംഘടനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ എൻ്റെ പേര് തുടർച്ചയായി ലക്ഷ്യം വയ്ക്കപ്പെടുകയും കരിവാരി തേക്കാൻ ശ്രമം നടത്തുകയുമാണ്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി ഞാൻ പടിയിറങ്ങില്ല. അവർ ഇന്ന് പറഞ്ഞത് ഞാൻ ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ്, അമ്മയെ അനാഥമാക്കിയെന്ന്. അല്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടുമില്ല. ജൂൺ 21 നടന്ന വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിൽ ഞങ്ങളുടെ കമ്മിറ്റി രാജിവെക്കണമെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായിട്ടാണ് ചിലർ വന്നത്. കൃത്യമായി പറഞ്ഞാൽ 10-15 പേർ. അവർ നിരവധി ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന നേരത്തെ അച്ചടിച്ചൊരു പ്രമേയം വിതരണം ചെയ്തു. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരായുള്ള അടിസ്ഥാനമില്ലാത്ത നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് വ്യക്തവും വിവരാധിഷ്ഠിതവും നിയമപരവുമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രമേയം എനിക്ക് കൈമാറിയെങ്കിലും അമ്മയിലെ ബൈലോ ആർട്ടിക്കിൾ 12 ഈ പ്രകാരം അത് പാസ്സാക്കിയിട്ടില്ല. അന്ന് ഹാജരായ 243 അംഗങ്ങളിൽ ആവശ്യമായ 2/3 ഭൂരിപക്ഷമായ 162 അംഗങ്ങളുടെ പിന്തുണ ലഭിക്കാത്തതിനാൽ ആ പ്രമേയം പാസ്സായിട്ടുമില്ല. ഇതിന് യാതൊരു നിയമബലവുമില്ല. ജനറൽ ബോഡിയുടെ തീരുമാനമാണ് അഡ്ഹോക് കമ്മിറ്റി എന്ന് അവർ പറഞ്ഞു. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: അമ്മയുടെ ബൈലോയിൽ എവിടെയാണ് അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമുള്ളത്? ബൈലോയിൽ ഇല്ലാത്തൊരു കമ്മിറ്റി എങ്ങനെയാണ് നിലവിൽ വന്നത്? ബൈലോ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു കമ്മിറ്റി പൂർണ്ണമായും ഒഫീഷ്യലി രാജിവെച്ചാൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി വരുന്നത് വരെ തുടരേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട പഴയ കമ്മിറ്റി തന്നെയാണ്. ലാലേട്ടന്റെ കമ്മിറ്റി രാജിവെച്ചപ്പോൾ സ്വീകരിച്ചത് ഈ നിലപാടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കമ്മിറ്റിക്ക് മാത്രം ഈ നീതി ലഭിക്കാത്തത്? ചില സ്ഥാപിത താല്പര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രം വേറെ നിയമം അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേസമയം താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഇതുവരെ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് അഡ്ഹോക് കമ്മിറ്റി അധ്യക്ഷൻ രമേശ് പിഷാരടി. കൊച്ചിയിൽ നടക്കുന്ന അമ്മ അഡ്ഹോക് കമ്മിറ്റി യോഗത്തിനിടെ പ്രതികരിക്കുകയായിരുന്നു രമേശ് പിഷാരടി. കമ്മിറ്റി അംഗമായ KB ഗണേഷ് കുമാറും ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാജിവെച്ചവർ അതേക്കുറിച്ച് വിശദീകരിക്കണമെന്നും ജനറൽ ബോഡി തങ്ങളെ ചുമതല ഏൽപ്പിച്ചിരുന്നുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതാ മേനോനും കൂട്ടരും പറ്റിച്ചുവെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചു. ശ്വേത രാജിക്കത്ത് കൊടുക്കാത്തത് ശ്വേതയുടെ കുഴപ്പമാണ്. കാരണം മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിച്ച് രാജി കൊടുക്കേണ്ടത് ശ്വേതയുടെ ചുമതലയാണ്, ഞങ്ങളുടെ ചുമതലയല്ല. അവർ കോടതിയിൽ പോയാൽ അപ്പോൾ കാണാമെന്നും അമ്മ ജനറൽ ബോഡിയുടേതാണ് അന്തിമ തീരുമാനമെന്ന് ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ജൂൺ 21 കൊച്ചിയിൽ നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിന് പിന്നാലെയാണ് സംഘടനാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ള മുഴുവൻ ഭരണസമിതി അംഗങ്ങളും രാജിവെച്ചത്. സംഘടനയിൽ സമീപകാലത്ത് ഉടലെടുത്ത പ്രശ്നങ്ങളാണ് ഇവരുടെ രാജിയിലേക്ക് നയിച്ചത്. ഇതിന് പിന്നാലെയാണ് സംഘടനയെ നയിക്കാൻ അടിയന്തരമായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. രമേശ് പിഷാരടി അധ്യക്ഷനായ കമ്മിറ്റിയിൽ KB ഗണേഷ് കുമാർ, സാദിഖ്, കലാഭവൻ ഷാജോൻ, സുരേഷ് കൃഷ്ണ, ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ്, കൃഷ്ണപ്രഭ, ദേവി ചന്ദന എന്നിവരാണ് അംഗങ്ങൾ. ലക്ഷ്മിപ്രിയയ്ക്കെതിരായ പരാതിയിൽ നടി അൻസിബ കോടതിയെ സമീപിച്ചു. ലക്ഷ്മിപ്രിയയ്ക്കെതിരായ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നില്ല. ഓൺലൈൻ മാധ്യമത്തിലൂടെ അപമാനിച്ചു എന്നാണ് പരാതി. ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ കേസെടുക്കാത്തതിലാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് അൻസിബ വീണ്ടും കോടതിയെ സമീപിച്ചത്. നടൻ ടിനി ടോമിനെതിരെ കേസെടുത്ത് പോലീസ്. അൻസിബയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. നടൻ ടിനി ടോമിനെതിരെ നടി ഹൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അൻസിബയ്ക്കെതിരായി ജിഹാദി പരാമർശം തമാശയ്ക്ക് വിളിച്ചതെന്ന പോലീസ് റിപ്പോർട്ട് കോടതി തള്ളിയിരുന്നു. ടിനി ടോമിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും നീന
കുറുപ്പിന്റെ സാക്ഷിമൊഴികളിലും ഇക്കാര്യമുണ്ടെന്നും കോടതി ഉത്തരവിലുണ്ട്. കോടതി ഉത്തരവിനെ തുടർന്നാണ് ടിനി ടോമിനെതിരെ പോലീസ് കേസെടുത്തത്. നടൻ ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ FIR വിവരങ്ങൾ പുറത്ത്. ജിഹാദി എന്നും മത തീവ്രവാദി എന്നും പ്രചരിപ്പിക്കാൻ ടിനി ടോം ശ്രമിച്ചു. പരസ്യമായി അശ്ലീല ലൈംഗിക പരാമർശം നടത്തിയെന്നും FIR-ൽ പറയുന്നു. ഫെബ്രുവരിയിൽ അമ്മ ഷോയുടെ റിഹേഴ്സലിനിടെയായിരുന്നു മോശം പരാമർശങ്ങൾ നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത കടവന്ത്ര പോലീസ് ടിനി ടോമിനെ ചോദ്യം ചെയ്യാനായി ഉടൻ വിളിച്ചു വരുത്തും. അതിനിടെ പാലാരിവട്ടം പോലീസിൽ ലക്ഷ്മി പ്രിയയ്ക്കും ശ്വേതാ മേനോനും എതിരെ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് അൻസിബ കോടതിയെ സമീപിച്ചു. 9-ാം തീയതിക്കുള്ള റിപ്പോർട്ട് നൽകാൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പാലാരിവട്ടം SHOയ്ക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 13-ന് കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ വെച്ച് നടന്ന അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനിടെയാണ് കേസിനാസ്പദമായ സംഭവം. നിരവധി താരങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രതിയായ ടിനി ടോം പരാതിക്കാരിയായ നടിയെ പരസ്യമായി അശ്ലീലവും അധിക്ഷേപകരവുമായ ലൈംഗിക പരാമർശങ്ങൾ നടത്തി അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. കൂടാതെ നടിയെ മറ്റ് അംഗങ്ങൾക്കിടയിൽ ജിഹാദി എന്നും മത തീവ്രവാദിയും എന്നും വിളിച്ച് ആക്ഷേപിച്ചതായും അവരുടെ മതപരമായ വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തിയതായും പരാതിയിലുണ്ട്. അതേസമയം താരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. നടി ഹൻസിബ ഹസനും ലക്ഷ്മി പ്രിയയും തമ്മിലുള്ള വിവാദങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ച വീഡിയോയ്ക്ക് മറുപടിയുമായി ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ് ജയദേവ് രംഗത്ത്. തങ്ങളുടെ കുടുംബവുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള ഭാഗ്യലക്ഷ്മിക്ക് എന്തെങ്കിലും ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി ഫോണിൽ വിളിക്കാമായിരുന്നുവെന്നും അതിനു പകരം പൊതുസമൂഹത്തിന് മുന്നിൽ വീഡിയോകൾ വന്നത് മറുകക്ഷിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന ധ്വനിയാണ് നൽകുന്നതെന്നും ജയദേവ് കുറ്റപ്പെടുത്തി. തനിക്ക് നേരെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി മുഖത്ത് കരിയോയിൽ ഒഴിച്ചും അടിച്ചുമാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതെന്നും അന്ന് പാലിക്കാത്ത ആത്മസംയമനവും മര്യാദയുമാണ് ഇപ്പോൾ ലക്ഷ്മിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതെന്നും ജയദേവ് പറഞ്ഞു. ഭാര്യയുടെ ചിലവിലാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ വരുന്ന പരിഹാസങ്ങൾക്കും ജയദേവ് മറുപടി നൽകി. ലക്ഷ്മി പ്രിയ ഇന്ന് അറിയപ്പെടുന്ന നടിയാകുന്നതിന് മുമ്പ് സ്വന്തം കരിയർ പോലും മാറ്റിവെച്ച് കൂടെ നിന്ന ആളാണ് താനെന്നും ദമ്പതികൾ പരസ്പരം തണലാകുന്നതിൽ യാതൊരു നാണക്കേടുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മികച്ച രീതിയിൽ മ്യൂസിക് ക്ലാസുകൾ എടുക്കുകയും മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുള്ള താൻ നിലവിലും ജോലിക്ക് പോകുന്നുണ്ടെന്നും കുടുംബത്തിലെ 2 സ്ത്രീകൾക്ക് തണലായി തന്നെയാണ് ജീവിക്കുന്നതെന്നും ജയദേവ് കൂട്ടിച്ചേർത്തു. ജയദേവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെ: ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് നമസ്തേ. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ വെച്ച് അവസാനമായി കണ്ടത്. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ചേച്ചി ഏറെ ആരാധനയോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് കാണുന്നത്. എപ്പോൾ കണ്ടാലും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാറുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായി അത്രയേറെ ആത്മബന്ധമുള്ള വീട്ടിൽ ഒരു മുതിർന്ന ചേച്ചിയെ പോലെ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എൻ്റെ അമ്മയും ചേച്ചിയും ഒരുപാട് സിനിമകളിൽ ഡബ് ചെയ്തിട്ടുമുണ്ട്. ഇത്രയും അടുത്ത ബന്ധമുള്ള ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെക്കുറിച്ചോ ലക്ഷ്മി പ്രിയയെക്കുറിച്ചോ എന്തെങ്കിലും ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ ഫോണിൽ വിളിച്ച് വ്യക്തിപരമായി സംസാരിക്കാമായിരുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത്, എന്താണ് സത്യാവസ്ഥ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ട്. ഞാൻ ചേച്ചിയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്പർ മാറിയതുകൊണ്ടാകാം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ മറുപടി നൽകേണ്ടി വന്നത്. ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു വീഡിയോ പങ്കുവച്ചപ്പോൾ അത് മറുകക്ഷി അനുകൂലിക്കുന്ന രീതിയിലായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. മുമ്പ് ലക്ഷ്മിക്കെതിരെ നിരന്തര നെഗറ്റീവ് വീഡിയോകളും കടുത്ത വ്യക്തിഹത്യകളും ഉണ്ടായപ്പോൾ ചേച്ചി ഒരു അക്ഷരം പോലും മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ ചേച്ചി വന്ന് ലക്ഷ്മിയോട് മടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. തനിക്ക് നേരെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി മുഖത്ത് കരിയോയിൽ ഒഴിച്ചും അടിച്ചുമാണ് ചേച്ചി എന്ന് പ്രതികരിച്ചത്. അന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചിരുന്നു പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ എന്ന്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അന്ന് ചേച്ചി പാലിക്കാത്ത ആത്മസംയമനവും മര്യാദയുമാണ് ഇപ്പോൾ ലക്ഷ്മിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സ്വന്തം വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കാണെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെടും. കാരണം നമ്മൾ ആരും സന്യാസം പരിശീലിക്കുന്നവരല്ല, സാധാരണ മനുഷ്യരാണ്. സത്യസന്ധമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാവൂ.